അന്യരാജ്യം എന്നുള്ള അവനവന് നാട്ടിൽ വന്ന നല്ലപോലെ സ്വീകരിച്ചിരുത്തുക, വേണ്ട സൽക്കാരം ചെയ്യുക, നല്ലപോലെ യാത്ര അയക്കുക. അതാണ് നാട്ടിന് വീട്ടിലും നമ്മൾക്ക് മര്യാദ. അയാൾ വെളിയിൽ വന്നല്ലോ, അയാളുടെ ഭാഷ എന്താണ്, ശീലം എന്താണ്, സ്വഭാവം എന്താണ്, പാട്ടെന്താണ്, കളി എന്താണെന്ന് നല്ല മനസ്സിലാക്കിയിട്ടാണ്. ദേഷ്യം വന്നവിടെ അപകടങ്ങളെ നടന്നിട്ടുള്ളൂ, നല്ല കാര്യം നടക്കില്ല. ഒരു കാര്യം ചെയ്യും, അയാൾക്ക് വല്ല അബദ്ധം പറ്റിയെന്നാണെങ്കിലോ ഈ പറഞ്ഞത് മുഴുവൻ കിടക്കില്ല. കളി കാണാൻ വരുന്നവർ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളി ഇവിടെ വെച്ചിരിക്കുന്നത്. എടാ പറഞ്ഞ് ബാക്കി കിടപ്പായില്ലേ, ഒരു പ്രാവശ്യം മുട്ടു നോക്കുക. വീണ്ടും അതേമാതിരി ആവർത്തിക്കുകയാണെങ്കിലോ നിന്നെ നായി കടിച്ചപ്പോ വെച്ച ഇഞ്ചക്ഷൻ നമ്മുടെ പെട്ടിയിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. അത് ഒന്ന് ചിപ്പറിന്റെ കിടപ്പിലും ഒന്ന് ദാശി കളിക്കുന്ന ചെക്കന്റെ കിടപ്പിലും കൊടുത്ത ചെട്ടിയാരെ കംപ്ലൈന്റ് പിള്ളേരൊക്കെ ഇവിടെ ഇഞ്ചി വെച്ചിരിക്കുന്നത്. ഇപ്പൊ സംഗതി ഇപ്പോഴേ എനിക്ക് മനസ്സിലായത് അയാൾക്കല്ല അബദ്ധം പറ്റിയത് മുഴുവൻ എനിക്കാണ്. ഇയാൾ ഏത് തരക്കാരാണ് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇവിടുന്ന് ചൂടായിട്ട് എന്താ കാര്യം ചോദിച്ചു മനസ്സിലാക്കട്ടെ. എന്താ ചെടിയായിരുന്നു നിങ്ങളുടെ കളിയും പാട്ടൊക്കെ ഏടാവർത്തനാണല്ലോ. ഈ ചെടിയുടെ സർവീസരനായ ഭഗവാൻ ഓരോ മനുഷ്യന്മാർക്കും ഓരോ ഭാഷകളും ശീലങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ്. എല്ലാവരും ഒരേപോലെയാണ് ഈ ലോകം ഉണ്ടാ ചെട്ടി. നിങ്ങളുടെ ഭാഷ സ്വഭാവം നല്ല പറഞ്ഞത്. ഈ പാട്ടും കളിയും ഉണ്ടല്ലോ, പൊറാട്ട് നാടകം എന്നാണ് സംഗതി. നമ്മുടെ മൺമറഞ്ഞു പോയ ഗുരുക്കന്മാര് ആശാന്മാര് ദൈവത്തിന് തുല്യമായവര് എഴുതി ഉണ്ടാക്കി ചിട്ടപ്പെടുത്തി വെച്ചിട്ടാ പോയിരിക്കുന്നത്. അതിൽ സത്യക്കടൊന്നും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ അതിനെ നശിപ്പിക്കേണ്ട ചെട്ടിയാണ്. പാലക്കാട് ജില്ലയിൽ ഒരുപാട് പുണ്യപുരാണ കലാരൂപങ്ങളുണ്ടായിരുന്നു. ഹരിചന്ദ്രൻ നാടകം, ആര്യമാല, സത്യവൻ സാവിത്രി, പള്ളിത്തിരുമണം, പവിഴക്കൊടി, നല്ലതങ്കാൾ, കോവിലൻ കഥ, അങ്ങനെ ഒരുപാട് പുണ്യപുരാണ കലാരൂപങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മൺമറഞ്ഞു പോയിരിക്കുന്നത്. ഇപ്പൊ പാലക്കാട് ജില്ലയ്ക്ക് അഭിമാനമായ പൊറാട്ട് നാടകം മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. അതിന് മൺമറഞ്ഞു പോയ ഗുരുക്കന്മാര് കുറച്ച് സത്യങ്ങൾ ചിട്ടപ്പെടുത്തിയാ പോയിരിക്കുന്നത്. താളങ്ങള്, മേളങ്ങള്, സംഗീതങ്ങള്, വർണ്ണങ്ങള് അതിന് നഷ്ടപ്പെടുത്താൻ പാടില്ല ചെട്ടിയാരെ. നിങ്ങൾ വട്ടവും താളത്തിൽ കളിക്കൽ. അതായത് എത്ര സംഗീതങ്ങൾ പാലക്കാട് ജില്ലയിലുണ്ടെങ്കിലും പൊറാട്ട് നാടക സംഗീതം വേർപെട്ട് നിൽക്കുന്ന സംഗീതമാണ്. അതുകൊണ്ടാണ് കൊട്ടുകാരൻ മാണിക്കും ചണ്ടിക്കോട്ടും മണിക്കും ആൾക്കാർ ഊണും വേണ്ടാച്ച് തീനും വേണ്ട പറഞ്ഞ് നേരത്തെ പോലെ ഇരിക്കുന്നത്. വട്ടവും താളത്തിൽ പാടി കളിക്കും.
എന്താണ് ഉൾനാട്ടി കഴിഞ്ഞ് നാട്ടി കണ്ടുപിടിക്കും. തൃപ്പാളൂർ ഗായത്രി ഹോട്ടലിൽ അരി ഉൾനാട്ടിനവരാണ് നാട്ടി കണ്ടുപിടിക്കാൻ. നിങ്ങൾ വട്ടവും തറഞ്ഞ് പാടി കളിക്കാൻ പറഞ്ഞ കുട്ടികളുടെ സൈക്കിളിന്റെ ടയർ ഓടിച്ച് കളിക്കുമ്പോൾ കളിക്കും. നേരെ പാടി കളിക്കും ചെട്ടിയാരെ. സമാധാനത്തിൽ പാടി കളിക്കണം. രാവിലെ 9 മണിക്ക് എന്റെ കണ്ണി കണ്ടതെന്ന് പറഞ്ഞാൽ ആ പൊട്ടക്കുളത്തിൽ കൊണ്ട് താറ്റുണ്ട്. അയാളെ കൊണ്ട് ഞാൻ മനസ്സ് മുട്ടിയിരിക്കും. അതിന്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളെന്താ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി വന്നതാണ്. എന്ത് പാട്ടും കളിയാണ് കളിക്കുന്നത് ചെട്ടിയാണ്. എന്തായാലും നമ്മൾ എല്ലാ വർഷവും പള്ളിക്ക് നമ്മൾ പോകാറുണ്ട്. അതെ അത് സത്യമാണ്. ഈ വർഷം നമ്മൾ എന്തായാലും ഭഗവാന്റെ അരുളുകൊണ്ട് നമ്മൾ എന്തായാലും പോകും. പാലക്കാട് ജില്ലയിലുള്ള എല്ലാ പ്രവർത്തന കലാകാരന്മാരും വൃശ്ചിക മാസത്തിൽ 3-ാമത്തെ ചൊവ്വാഴ്ച പല്ലഞ്ചാത്തന്നൂര് കാടന്തോടിയിൽ വെച്ച് പരിപാടി തുടങ്ങും. ഇടവത്തിൽ പകുതി വർഷം കൂടി മഴ പെയ്യാൻ തുടങ്ങി. പാർത്തും പറമ്പത്തോ ആൾക്കാരിറങ്ങി നമ്മൾ വീട്ടിനുള്ളിൽ കയറിയിരിക്കും കളി നിർത്തിയിട്ട്. കുടുംബസമേതം സുബ്രഹ്മണ്യ മലയ്ക്ക് പോകും. അതിനുവേണ്ടി ഫണ്ട് വെച്ചിട്ട് വളരെ സന്തോഷമായി നമ്മൾ പോയിട്ട് വരും. ഈ പ്രാവശ്യം തമ്പുരാനെ കടാക്ഷം ഉണ്ടെങ്കിൽ പോകും. എനിക്ക് ഒരൊറ്റ പേടിയോ അതിന് മുമ്പ് നീ പോവോ? ഇപ്രാവശ്യം നമ്മൾ പരിപാടി കഴിഞ്ഞ തമ്പുരാനെ മലയ്ക്കും. നമ്മൾ പഴനിക്ക് പോയി വരുന്നവരെ ഇവിടെ തന്നെ നിന്ന് കളിച്ച ഇയാളെ കൊള്ളിക്ക് ക്ഷീണമുണ്ടായിട്ടില്ല. നേരം നിങ്ങളുടെ കളിയും പടക്കം നിങ്ങളെല്ലാം പഠിപ്പിച്ചാലേ നല്ല പോലെയുണ്ട്. ഒരു കുഴപ്പമില്ല. നാളെ ഈ സമയത്ത് നമ്മുടെ പോത്തുണ്ടി അഹമ്പാടത്ത് പോകണം. നാളെ മുതൽ നിങ്ങൾ കളിക്കാൻ പറ്റില്ല. കളിക്കാരെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു വന്നത്. എന്താ ചെട്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്? മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടക്കും. ഞാൻ ഒരു മിടുമിടുപ്പോഴും അവിടെ എത്തുമ്പോഴേക്കും ആള് മുഖം തിരുവില്ലാമനിക്ക ചന്ദ്രനാഗനിക്ക വിളിച്ച് വീരം പറയും. അവൻ ജീവനോട് അടിഞ്ഞു കഴിക്കാനുള്ള തീരുമാനം. ഈ ചെട്ടിയല്ലേ നിങ്ങൾ വട്ടി കുത്ത മൂലമടക്കം ചെയ്യുന്നോണ്ട് നിങ്ങളുടെ തൊഴിൽ പ്രവർത്തിയല്ലേ? അതിന് ഞങ്ങൾക്ക് ഒരു സന്തോഷക്കുറവില്ല. നിങ്ങൾ കൊട്ടുകാരൻ മാണിക്കലിന് നേരിട്ട് ഈ കത്തി കൊണ്ട് നീട്ടിയല്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ച കൊട്ടുകാരന് മാണിക്കലിന് നേരിട്ട് നീട്ടിയില്ലേ? അടിവെച്ചാ കൊടുത്തുകൊണ്ടത് 14 തുന്നലാണ്. അത് പതിനെട്ടിന് ടൈലർ അടിക്കുന്നത്. കത്തി ഇങ്ങനെ തട്ടി ചെട്ടിയാലേ. ഒരു കൊട്ടുകാരൻ, ഒരു കളീച്ചൻ, ഒരു ചോദ്യക്കാരൻ. ആരുടെ കണ്ണു ചെട്ടിയല്ലേ? എന്താണ് ചെപ്പറമണിയാ? ഈ വരുന്നവര് ആറാമ്പാട മുരുകൻ അന്വേഷിച്ച് വരടാ. കൽപ്പാത്തി അഗ്രഹാരത്തിൽ വന്നതാണ്. രാവിലെ എത്ര മണിക്കാണ്? പള്ളിപ്പാടത്താണ്. ഉറക്കത്തിൽപ്പെട്ട നേരത്തെ വരണം. അപ്പൊ നീ എന്താ കാണിക്കുന്നത് ചോദിച്ചപ്പോ മുള്ളമ്മീൻ അടുപ്പിലിട്ടിട്ട് പടച്ചോറൻ കാത്തിരിക്കാൻ വന്നു. ഇവിടെ വന്നപ്പോ ഭാഷയെ മാറി. ഇവിടെ മുരുകൻ നിങ്ങളുടെ ആരാണ്? എന്റെ മുഖത്ത് നോക്കി ചിരിക്കേണ്ട ചെട്ടിയാരെ. കഴിഞ്ഞ ബുധനാഴ്ച ചിരിച്ചത് ഇപ്പോഴും എനിക്ക് ആ പേടി മാറിയിട്ടില്ല. നിങ്ങളുടെ മുഖത്തും നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ആ ഓർമ്മ വരിക. ചിരിക്കണത് അച്ചപ്പറിന്റെ മുഖത്ത്.
ഞാനെന്ത് വേണം? മുറിഞ്ഞുട്ടാ ഒട്ടകത്തിൽ ഊന്ന് കളിച്ച അതാണ് ഞാൻ പൂണ്ടാൻ പറയുന്നത്. ഇത്തരം വരെ ഊന്തുമ്പോ പറഞ്ഞ വിളിക്കാൻ പറയുകയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഭാഷയൊന്നും കാണുക കേൾക്കുകയും ചെയ്തിട്ടില്ല. നീ മിനിറ്റ് നേരം കൊണ്ടൊക്കെ പച്ചവെള്ളം പോലെ പറയണ. അതിന് അവന്റെ പട്ടിയും മുറൊക്കെ ഞാനല്ലേ കേട് പറ്റിയത്. നശിപ്പിക്കാൻ വേണ്ടി മാത്രം ചോദിച്ചാൽ നന്നാക്കാൻ അറിയില്ല. ഇവിടെ ഞാനെന്ത് വേണം? മുറിഞ്ഞുട്ടാ ഒട്ടകത്തിൽ ഊന്ന് കളിച്ച ബസ്സിറങ്ങിയ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ 15 മുട്ട വെച്ച് പിന്നെ വായി മൂടാണ്ടിരിക്കും. ഒരാൾ വായി കൂടിയോ ഒരാൾ വായി നനങ്ങിയെന്ന്. വിവരം കേട്ടത് ഇയാളാ നിന്നെ അന്വേഷിച്ച് വന്നത്. എന്റെ ചങ്ങാതി അടുത്തേ അയാളെന്ന് മണൽ കോരാൻ വന്ന ഉത്തര പറയാൻ എന്റെ ചങ്ങാതിയെ പിടിച്ചു വയ്ക്കി. നീ പഠിക്കേണ്ട മൃഗ പഠിക്കേണ്ട മൃഗ നിന്നെ മനസ്സിലാക്കേണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലാക്കി. ചെട്ടിയാരെ ആരെ കാണാൻ വേണ്ടി വന്നു? 6 പടം മുരുകൻ ഉറപ്പല്ലേ? ഇതാണ് 6 പടം മുരുകൻ. എന്റെ സ്വന്തം സംഗാതിയാ. എത്ര മുരുകൻ മനസ്സിലായ കാര്യം തോന്നിയ ബസ് നിന്നെ കണ്ട സന്തോഷമല്ലേ? സമാധാനം പറയും ചെട്ടിയാരെ. ഞങ്ങളുടെ രാജ്യം വന്ന് അവിടെയാണ്. ഞങ്ങളുടെ സ്വന്തം രാജ്യ. ഞങ്ങളുടെ സ്വന്തം രാജ്യം കുനിശ്ശേരി സംഘാരം. ശങ്കാരം അവതാരം. ഞങ്ങളുടെ അവതാരം പരമശിവൻ അവതാരം. അവതാരമോ ഭഗവാന് ശിവായി വന്നു. ശിവായി വന്ന അപ്പൊ കത്തില്ല. എങ്ങനെ നിറയെ കൂടെ മണ്ണെണ്ണ വെച്ച് നന്ന് കത്ത് വന്നു. മണ്ണെണ്ണ ഒഴിച്ചേക്ക് ഇതല്ല 10 പേര് കത്തും. പിന്നെ ഇത് ബാക്കി ഉണ്ടാവൂ. അയാള് പറഞ്ഞത് ഒരു കാര്യം ശരിയാണ്. പരമശിവന്റെ അവതാരത്തിൽ ജനിച്ചാണ് ഒരു വർഗം വളരെ സത്യസന്ധമായി ജീവിക്കുന്ന കൂട്ടാണ് അന്നും ഇന്നും എന്നും. ശിവൻ തിരിയുന്നുണ്ട. ശിവൻ തിരിയുണ്ട്. പണിയില്ലാത്ത കാര്യം കൊണ്ട് ശിവൻ തിരിയും. ആ തൊട്ടുകാരൻ ശിവൻ 8 മണിക്ക് പോണ ശിവൻ പണിയില്ലാതെ തിരിയുടെ പറഞ്ഞ നാളെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ശിവനാണെങ്കിൽ കഴുത്തി പാമ്പ് കാണും. ഇയാളുടെ കഴുത്തി കാണാനില്ല. ഇയാളുടെ കഴുത്തേക്കല്ല പാമ്പ്. വൈരവരെ നോക്കി കാണാം. എന്ത് പാമ്പ്? ഒരപ്പാമ്പ്. അത് ഈ പടം ഉണ്ടായിരുന്നു. പടം ഉണ്ടാവില്ല. നിങ്ങളുടെ പേര് നിങ്ങളുടെ അപ്പന്റെ പേരുണ്ടോ? ചെട്ടേര് വെക്കാൻ തുടങ്ങിട്ടാ. ചെട്ടേര് വെക്കൽ നിർത്തി. ചെട്ടേര് ഇപ്പോഴൊന്നും വെക്കുള്ളാന്ന്. അയാള് വെക്കുന്നത് 1-ാം തീയതി മാത്രം വെക്കുള്ളൂ. അവര് 1-ാം തീയതി നിങ്ങളുടെ പേരെന്താണ്? വെള്ളത്തിരുമൻ. വെള്ളത്തിരുമൻ. നിങ്ങളുടെ അപ്പന്റെ പേര്? അപ്പം പേര് ചന്തുള പേര്. എന്താ പേര്? അപ്പം പേര് മൂണ്ട. എനിക്ക് ഇപ്പോഴല്ലേ ആരെല്ലാം മനസ്സിലായത്? നമ്മുടെ പഴയ മുണ്ടന്റെ നമ്മുടെ പേരെന്താണ്? വെള്ളക്കരമ അല്ലേ? നിങ്ങളുടെ അപ്പന്റെ പേരോ? അപ്പം പേര് മുണ്ടനാത്ത്. അതിനും മുണ്ടനെ മതി. ഞാൻ ചായ കുടിക്കാനേ അല്ലെങ്കിൽ എന്താ ചായ കുടിക്കാൻ വേണ്ടി പോണത്? എന്നെ വിളിച്ചേ. പേരെന്നാ? എന്താ നിന്റെ പേര്? എന്റെ പേരാണ് അറിയില്ല. എന്റെ പേര് വന്ന് സൂര്യദാസ്. സൂര്യദാസ. സൂര്യദാസ്. എന്താണ് അങ്ങനെ ഇരിക്കുന്നത്? കർക്കിടക മാസം 25-ാം തീയതി രാത്രി 10:30. അതെ. അന്ന് വോൾട്ടേജ് കമ്മിയാണ്ടാ. പവർ കമ്മിയായ കാര്യമാണ് കറകറല്ലേ. ഉള്ളിൽ പൊട്ടുന്നല്ലേ. എന്റെ പേര് സൂര്യദാസ്. അല്ലേ? നിന്റെ അപ്പന്റെ പേരുന്നാ? എന്താണ് നിന്റെ അപ്പന്റെ പേര്? എന്റെ പേര് മര്യാദ. എന്റെ അപ്പന്റെ പേര് ആരാണെന്നാ? എനിക്ക് നേരം പത്ത കോലി വേണം. അല്ലെങ്കിൽ നിന്റെ അപ്പന്റെ പേര്, നിന്റെ അമ്മന്റെ പേര്, നിന്റെ അമ്മായിമ്മ അടക്കം പറഞ്ഞോളാം. അങ്ങനെ കൂടി തരുള്ളൂ. പിന്നെങ്ങനെ? എന്റെ അപ്പന്റെ പേര് വന്നിട്ട് മുരളി.
ഊർലേ എല്ലാ ചെമ്പുകേരം മുരളീധരന്റെ മകൻ സൂര്യനൊക്കെ എല്ലാരും പറയണത്. അങ്ങനെയാണ് പിന്നെ ബന്ധുക്കാരൊക്കെ പറയുന്നത്. നമ്മ മാത്രം പറയുന്നത് നമുക്കെന്താ ഇതിന്റെ ആവശ്യം? നിങ്ങളുടെ പേര് കാണാ ഞാനൊരു വെള്ളക്കാരൻ പറയാം. വെള്ളക്കാരമല്ലേ? നിങ്ങളുടെ അപ്പന്റെ പേര് അപ്പം പേര് മുണ്ടനാത്ത്. അതെല്ലാം മുണ്ടനമാണ്. ഞാനും എന്താ ഈ മഹാഭാവിയത്? ഇവരുടെ മനസ്സ് മുട്ടുകാരൻ. ഇപ്പൊ ഞാൻ നേരെ പറയുന്നവര് എങ്ങനെ പേര് കൂടെ നിൽക്കുന്ന എനിക്കൊരു പിടിയായി. ഞാൻ പോയി പലത് കഴിച്ചാലാന്ന് ആലോചിക്കും. നിങ്ങൾ ഈ നേരത്തെ കഴിക്കണ്ട. നിങ്ങൾ കഴിക്കണേ 5 മണി കൊണ്ട് കഴിച്ചാൽ ശരിയാണ്. അയാൾ പറഞ്ഞ നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. പഴയ കാലത്ത് എന്താ പുത്രം കളിയാക്കാനും മനസ്സിലാക്കാനുള്ളത്? പഴയ കാലത്തുള്ള പേരുകളൊക്കെ അങ്ങനെ തന്നെ. മുണ്ടൻ, കേത്തൻ, മാഴയൻ, ചടയൻ, ചീർമ്പൻ, വലയൻ, വെള്ള, വെള്ളക്കുട്ടി, മായാണ്ടി, ചാഞ്ചയോട് കൂടിയപ്പെടുന്ന പേര് വ്യത്യാസം വന്ന് പഴയ കാലത്താണെങ്കിലും ഈ കാലത്താണെങ്കിലും നമ്മളുടെ ഫുൾ അഡ്രസ്സ് നമ്മുടെ അച്ഛനമ്മയാണ്. അച്ഛനമ്മന്റെ പേര് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് അറിയുള്ളൂ എവിടെ പോയാലും. പക്ഷെ ഇയാൾ നാളെ പഞ്ചായത്തിലെ വില്ലേജിലെ ബാങ്കിലെവിടെയും പോയാൽ ഇയാളെ കണ്ട കൂടെ ചോദിക്കും, എന്താ കുട്ടി നീ മുണ്ടന്മാനല്ലേ എന്ന്. എന്നാലും ഇത്രയും ജനങ്ങളുടെ അടുപ്പിച്ച് അയാളുടെ മുഖത്തേക്ക് മുണ്ടന്മാനം മുണ്ടൻ ചട്ടിയാണ് മകനെ ഇത് വെള്ളയാ ചോദിക്കും. നിന്റെ ചാന്തോളം നിന്റെ കട്ടിയപ്പോ നിന്റെ ഉറക്കം പറയാൻ വേഗം കൊണ്ട് വാ. നല്ല ചന്തം കണ്ടായാണ് അതാ പറഞ്ഞത്. അറിയാച്ചോ എന്നെ മേതി വന്നിട്ട് ഏതോട് കാര്യം കിട്ടും. എന്ത് കാര്യം കിട്ടും? കാര്യം ഒന്നുമില്ല. എന്ത് കാര്യം കിട്ടും? കാര്യം ഒന്നുമില്ല. കല്യാണം പറ്റി നാളെ പോയി കിട്ടും. കൂട്ടു കുത്തു കിട്ടും. Thank you.
പോത്തുണ്ടിയത്ത് എത്ര ദൂരം ഓടിയാ അല്ലെ കുഞ്ഞാപ്പട കുഞ്ഞാമ്മ എന്ന് പറഞ്ഞാ കുഞ്ഞാമെന്ന് പറഞ്ഞാൽ ഞങ്ങക്ക് മനസ്സിലായ എനിക്ക് മനസ്സിലായിട്ടില്ല. പുതമഴ പെയ്യുമ്പോ ഡാമിന്റെ മുകളിലൂടെ വെല്ലങ്ങടെ അരിച്ചങ്ങടെ പോകും ആര് കുഞ്ഞാമ്മ പോത്തുണ്ടി ഡാമിന്റെ മുകളിൽ കൂടെ അരിച്ചു വരുന്ന സാധനം നമ്മുടെ ആ ടൗണിൽ കൂടി ആട്ടോറിന്റെ ബൈക്കിലല്ല അല്ല, അല്ല. ഇവിടെ നെറ്റുകൂടി അരിച്ചത് വരുള്ളൂ. നീ പറഞ്ഞത് കുഞ്ഞാമ്മ, ആ പെൺകുട്ടി പറഞ്ഞത് കുഞ്ഞമ്മ. ഈ കുഞ്ഞമ്മ പറയണത് പക്ഷേ കുഞ്ഞമ്മ. ചെറിയ ആമയാണ് പറഞ്ഞത്. ഞാൻ നിന്നെപ്പോലെ അധികം പറഞ്ഞ് മീൻ വെക്കാൻ പോണത് അല്ല അല്ലേ ചെറിയ ആഹാരം എന്താണ് ചെറിയമ്മ പറയണത് പക്ഷേ അമ്മന്റെ പറയുന്നത് രണ്ടും കണ്ട വെള്ള ചെറിയമ്മ. അങ്ങനെ ഉള്ളേ നമ്മൾ എന്തായാലും മൃഗച്ചന്റെ ബംഗള തമ്മിത്തേലും മടക്കും വേണ്ട സൗന്ദര്യം വരെ തമ്മിത്തേലും മടക്ക് നമുക്ക് എന്തിനാണ് മൂന്നര പടയുണ്ട് അമ്മയ്ക്കല് പടാവുണ്ട് നിങ്ങളായിട്ട് പുതുശ്ശേരി വടിയാണ് അതിന്റെ ഹൈവേ നമ്പർ തന്നെ വിൽക്കണ്ടോ പോയി അതെ അമ്മക്കരി വള അതിന്റെ ഈ പകരെ മോകറല്ലേ അത് സന്തോഷം പറഞ്ഞു ഞങ്ങളുടെ മലയാളം കയ്യങ്ങനെ അർത്ഥം കാണിക്കാൻ ഞങ്ങളുടെ മലയാളം Yeah.